മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയത് തെരഞ്ഞെടുപ്പ് കാല വാഗ്ദാനങ്ങളെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 9.5 വർഷത്തിനിടെ എന്തുകൊണ്ട് ഇതൊന്നും നടപ്പാക്കിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. നിലവിൽ 6.5 ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് കേരളം. കടം വാങ്ങിയാണ് പുതിയ വാഗ്ദാനങ്ങളും നടത്താൻ പോകുന്നത്. പണമില്ലാതെ വരുമ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും കേന്ദ്രം തന്നില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയും ചെയ്യുമോ എന്നും അദ്ദേഹം ചോദിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് CPM-ഉം CPI-യും രാഷ്ട്രീയ കളിക്കുന്നത് എന്തിനെന്നും അദ്ദേഹം ഡൽഹിയിൽ ചോദിച്ചു. വാർത്തയുടെ വിവരങ്ങളുമായി S. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, പ്രധാനമായും നാളെ കേരളം ഈ അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനമൊക്കെ നടത്താൻ പോകുകയാണ്. അത് വളരെ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ ആ വിഷയത്തിൽ അഭിപ്രായം പറയുകയാണ്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. യുനെസ്കോ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. UN ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട് ഭാരതം ദാരിദ്ര്യമുക്തം ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ നേട്ടം രാജ്യം കൈവരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നടക്കുന്നത്. കേന്ദ്ര പദ്ധതികളിൽ ഊന്നിക്കൊണ്ടാണ് വളരെ കൃത്യമായി പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീകാന്ത്, സമയം മുമ്പാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കണ്ടത്. അവിടെ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങളിൽ അദ്ദേഹം അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 9.5 കൊല്ലമായി LDF അവിടെ ഭരിക്കുന്നുണ്ട്. ആത്മാർത്ഥമായാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളതെങ്കിൽ BJP പിന്തുണയ്ക്കും എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നത്. എന്തുകൊണ്ട് ഇത്രയും കൊല്ലം ഒന്നും ചെയ്തില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. എല്ലാം ശരിയാകും എന്ന് വാഗ്ദാനം നൽകിയ ആളാണ് മുഖ്യമന്ത്രി. ക്ഷേമ പെൻഷൻ അടക്കമുള്ള വാഗ്ദാനം നൽകിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയാണ് ഇപ്പോൾ നടത്തുന്നത്. 6 ലക്ഷം കോടി രൂപ ജനങ്ങളുടെ തലയിൽ കടമുണ്ടാക്കിയ മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ കടം വാങ്ങിയാണ് കൊടുക്കുന്നതെന്നും പറയുന്നു. കേന്ദ്രം പണം നൽകിയില്ല എന്ന് ഇനി ഭാവിയിൽ നിങ്ങൾ പറയുമോ എന്നൊരു ചോദ്യം കൂടി രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നു. ആത്മാർത്ഥതയുണ്ടെങ്കിൽ 70 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്ക് ഫ്രീ ഇൻഷുറൻസ് സ്കീം പ്രഖ്യാപിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട MOU റദ്ദാക്കാൻ വകുപ്പില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ഈ പദ്ധതി നടപ്പാക്കാതെ ചവിട്ടിവെച്ചാൽ അത് പാവപ്പെട്ട കുട്ടികളുടെ ഭാവിയെയാണ് ബാധിക്കുന്നതെന്നും CPM-ഉം CPM-ഉം നാടകം കളിക്കുകയാണ് എന്നും അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് വിഷയമായി ഈ PM ശ്രീ പദ്ധതി അടക്കമുള്ളവ മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. കുട്ടികളുടെ ഭാവിയിൽ രാഷ്ട്രീയം കളിക്കരുത് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നടപടികൾ ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.